ഹായ് നമസ്കാരം, ഞാൻ അജിത് സായി. മൂവി എന്ന ചാനലിലേക്ക് വീണ്ടും സ്നേഹസ്വാഗതം. അതുപോലെ തന്നെ സിനിമ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. കഴിഞ്ഞ വീഡിയോകളിൽ ഞാൻ പറഞ്ഞതുപോലെ വളരെ നല്ല ചില സുഹൃത്തുക്കളുടെ അഭിപ്രായം ഉണ്ടായി. നിങ്ങൾ വിദേശ സിനിമകളുടെ ആരാധകനായി മാറരുത്, അല്ലെങ്കിൽ വിദേശ സിനിമകളുടെ മാത്രം വക്താവായി മാറരുത്. ഇന്ത്യയിൽ നല്ല നല്ല സിനിമകൾ ഉണ്ടാകുന്നുണ്ട്. വളരെ രഹസ്യമായവർ പറഞ്ഞത് ഒരു ബുദ്ധിജീവി ജാല സിനിമകളെ മാത്രം പ്രൊമോട്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഇത്തവണ ഞാൻ പരിചയപ്പെടുന്നത് ഒരു കോമഡി ത്രില്ലർ ജോണറിലുള്ള ഒരു സിനിമയാണ്. ഈ സിനിമ ഒരു ദക്ഷിണേന്ത്യൻ സിനിമയാണ്. നമ്മുടെ പ്രിയങ്കരനായ ഋഷഭ് ഷെട്ടി നിർമ്മിച്ചുള്ള ഈ സിനിമ ഒരു കന്നഡയാണ്. ഈ സിനിമയുടെ ഭാഷ. പക്ഷെ അതിന്റെ ടൈറ്റിൽ ഇംഗ്ലീഷാണ്. അതിന്റെ ടൈറ്റിൽ ലാഫിംഗ് ബുദ്ധ എന്നാണ്. ലാഫിംഗ് ബുദ്ധ എന്നുള്ള ഈ സിനിമ കാണുമ്പോൾ നമ്മളുടെ ഭാഷ ഒരു ഘടകമല്ലാതെ മാറുന്ന ചില സിനിമകൾ. ഒരു ഭാഷ ഒന്നുമില്ലാതെ കിങ്കൊടുക്കുന്ന ചില സിനിമകളിൽ സംഭാഷണം ഉണ്ടാവില്ല. പക്ഷെ അത് ഈ വലിയ ബുദ്ധിജീവികളൊന്നുമല്ല, സാധാരണക്കാർക്ക് പോലും ആമേൻ പോലെയുള്ള സിനിമകൾ നമ്മളിങ്ങനെ ഹോട്ട് ചെയ്ത് നോക്കി. അപ്പൊ ഇവിടെ ഭാഷയുണ്ട്, പക്ഷെ ഭാഷ നമുക്കൊരിക്കലും ഒരു ബാധ്യതയായി മാറുന്നില്ലെന്നാണ് ലാഫിംഗ് ബുദ്ധ എന്ന സിനിമയിൽ. ഒരിക്കലും ഇതൊരു ബാരിയറായി മാറുന്നില്ല. നിങ്ങൾക്ക് കന്നഡയുടെ തമാശയുടെ അർത്ഥം അറിയില്ലെങ്കിൽ പോലും ആ മേക്കിംഗ് കൊണ്ട് നമുക്ക് അറിയാതൊരു ഊഴിച്ചിരി വരും. ഒരു തീറ്റപ്രിയനായ, ഭക്ഷണപ്രിയനായ, നമുക്ക് തീറ്റപ്രാന്തനായ ഒരു പോലീസ് കോൺസ്റ്റബിളിന്റെ കഥയാണ് ഈ ലാഫിംഗ് ബുദ്ധ എന്നുള്ള സിനിമ പറയുന്നത്. കർണാടകയിലെ ഒരു പോലീസ് സ്റ്റേഷനിലെ ഒരു പോലീസുകാരനാണ്. അതൊരു ഭക്ഷണപ്രിയനായ പോലീസുകാരനാണ്. സഹപ്രവർത്തകരെ കൊണ്ടുവരുന്ന ഭക്ഷണം പോലും എടുത്തു കഴിക്കുന്ന, ഏതുറക്കത്തിലും വടയുടെയോ ദോശയുടെയോ മണം കേൾക്കുമ്പോൾ ഉറക്കമുളരുന്ന, പോക്കറ്റിൽ എപ്പോഴും മുട്ടായിയും കടലമിഠായിയും സൂക്ഷിക്കുന്ന ഒരു പോലീസുകാരൻ. അതുകൊണ്ട് തന്നെ ഒരു പോലീസുകാരന്റെ പൊതുവെ നമ്മളൊരു പോലീസുകാരനുള്ള സങ്കല്പം, എല്ലാ പോലീസുകാരെയും അല്ല, ഒരു പോലീസുകാരനുള്ള ഗൗരവമല്ല അദ്ദേഹത്തിനുള്ളത്. എപ്പോഴും നിർമ്മലമായ ചിരിയോടെ സംസാരിക്കുന്ന ഗോവർദ്ധൻ എന്ന പോലീസുകാരൻ. പ്രമോദ് ഷെട്ടിയാണ് ഈ കഥാപാത്രം അവതരിപ്പിച്ചുള്ളത്. ഈ കഥാപാത്ര പ്രത്യേകത, ഗോവർദ്ധൻ എന്നുള്ള ഈ പോലീസുകാരന്റെ പ്രത്യേകത, വളരെ സൗമ്യമായി സംസാരിക്കുന്ന, ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്ന, അല്ലെങ്കിൽ സ്നേഹം കൊണ്ട് കീഴ്പ്പെടുത്തുന്ന ഒരു സ്വഭാവക്കാരനാണ് ഗോവർദ്ധൻ. ഗോവർദ്ധന്റെ മകളും ഭാര്യയുണ്ട്. ഗോവർദ്ധന്റെ ഭാര്യയുടെ അച്ഛനുണ്ട്. സംഗീതവും ഒക്കെ നടക്കുന്ന വളരെ നല്ലൊരു കഥാപാത്രം. അമിതമായ ഭക്ഷണം കൊണ്ട് തന്നെ ഗോവർദ്ധന് അത്യാവശ്യം നല്ല തടിയുണ്ട്. അത് ഒരു പോലീസുകാരുടെ ഫിറ്റ്നസിന് ചേരുന്ന ശരീരപ്രകൃതി അല്ല അദ്ദേഹത്തിന്റെ. നമുക്ക് പ്രമോദ് ഷെട്ടിയെ അറിയാം. പ്രമോദ് ഷെട്ടിയെ അത് കാസ്റ്റ് ചെയ്തത് വളരെ മനോഹരമായ മിടുക്കാണെന്ന് ഞാൻ പറയും. ഭരദ്രാജാണ് ഈ സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത്. ഒരു സിനിമയിലേക്ക് വരാം. നമ്മള് ഈ ഗോവർദ്ധൻ എന്ന പോലീസുകാരൻ
ഗോവർദ്ധന പോലീസുകാരൻ, നേരത്തെ പറഞ്ഞ ഭക്ഷണപ്രിയനായ പോലീസുകാരൻ ഒരു ദിവസം ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ സ്റ്റേഷനിൽ വെക്കാൻ തീരുമാനിക്കണം. അദ്ദേഹം ഒരു അഭിപ്രായം പറയുകയാണ്, അത് അംഗീകരിക്കുന്നു. വളരെ നല്ല ഉദ്ദേശത്തോടെ അദ്ദേഹം ചെയ്ത ഈ ഒരു കാര്യം ഗോവർദ്ധന് തന്നെ പാരയായി വരിക. ആ സമയത്ത് അവരുടെ ഓൺലൈൻ പത്രക്കാരൻ അവരുടെ ഉന്നത പോലീസ് ഓഫീസറോട് പറയും, നിങ്ങളുടെ പോലീസുകാരെന്നാണ് ഇങ്ങനെ, അവർക്കൊരു കഴിവില്ല. അപ്പോൾ അല്ല, കുഴപ്പമില്ല, ഞങ്ങളുടെ പോലീസുകാരൊക്കെ ഫിറ്റാണ്, വളരെ ഫിറ്റാണ്, ഫിറ്റ്. ಅಪರಾಧ ಅವರು ಕಾಣಿಸ್ಕೊಳ್ಕೊಂಡು ನೋಕ ನಿಮ್ಮ ಸಿಬ್ಬಂದಿಗಳ ಬೇರೆ ಎಲ್ಲ ಸಮಸ್ಯೆಗಳ ಬಗ್ಗೆ ಡಿಪಾರ್ಟ್ಮೆಂಟ್ ಗಮನ ಹರಿಸಿದ್ರೆ ಚೆನ್ನಾಗಿರುತ್ತೆ. ಅಂದ್ರೆ 60% ಪೊಲೀಸ್ನವರಿಗೆ ಫಿಟ್ನೆಸ್ ಸಮಸ್ಯೆ ಇದೆ. ಅಂಕಿಅಂಶಗಳ ಪ್ರಕಾರ 80% ಪೊಲೀಸರು ಡೆತ್ ಆಗ್ತಿರೋದು ಒಬೆಸಿಟಿಯಿಂದಾನೆ. ಇದಕ್ಕೇನಂತೀರಿ ಸರ್? ನೋ ನೋ ನೋ, ಅವ್ರ ಪೊಲೀಸರ್ ಫಿಟ್ ಅಂಡ್ ಫೈನ್. ಅಲ್ಲಮ್ಮೆ ನೋಡಿ ಸರ್, മൂന്ന് മാസത്തിനുള്ളിൽ തടി കുറച്ചില്ലെങ്കിൽ ജോലി നഷ്ടപ്പെടും എന്ന അവസ്ഥയിലാവുന്നു നമ്മുടെ പാവം കോവർ. 3 ತಿಂಗಳು ಟೈಮ್ ಕೊಡ್ತೀನಿ. ಅಷ್ಟರಲ್ಲಿ ಫಿಟ್ ಆಗಿ ಸರಿಯಾಗಿ ಬಂದ್ರ ಸರಿ, ಇಲ್ಲ ಅಂದ್ರೆ ಐ ವಿಲ್ ಡಿಸ್ಮಿಸ್ ಆಲ್ ಆಫ್ ಯು. അതിനുവേണ്ടി ഗോവർദ്ധൻ പെടുന്ന പെടാപ്പാടുകളാണ് ഈ സിനിമയുടെ ഒരു ഭാഗത്ത്. ಬನ್ನಿ ಸರ್. ಇವತ್ತೇನು ಸ್ಪೆಷಲ್ ಇಲ್ವಾ? വളരെ നർമ്മം കലർത്തി സംവിധായകൻ ഇത് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെ ഈ പൊതുവെ തടി കുറയ്ക്കാൻ വേണ്ടി നമുക്ക് ആദ്യം വേണ്ടത് ഭക്ഷണം നിയന്ത്രിക്കാറുണ്ട്. ഭക്ഷണത്തെ വല്ലാതെ പ്രളയിക്കുന്ന ഗോവർദ്ധനെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണം നിയന്ത്രിക്കുക എന്നുള്ളത് അതായത് അസാധ്യമായ കാര്യമാണ്. ആ ഇടയിലാണ് ഒരു സംഭവം നടക്കുന്നത്. അവിടെ MLA വീട്ടിൽ അല്ലെങ്കിൽ MLA വ്യാജസിദ്ധനായി ചതിച്ച ഒരാളുടെ ആ കുറ്റവാളിയെ ചോദ്യം ചെയ്ത് ഇതിന്റെ നിജസ്ഥിതി അറിയുക എന്നുള്ള ലക്ഷ്യം സാധാ പോലീസുകാർക്ക് നടക്കാതെ വന്നപ്പോൾ അവര് ഗോവർദ്ധന്റെ സഹായം നേടുന്നു. നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരെയും സ്നേഹം കൊണ്ട് കീഴ്പ്പെടുത്തുന്ന ഒരു സ്വഭാവക്കാരനാണ് ഗോവർദ്ധൻ. സിനിമയിൽ അത് പലയിടങ്ങളിലും അത് ആദ്യ ഭാഗത്ത് ആ ക്യാരക്ടർ എന്താണ് എന്ന് വളരെ വ്യക്തമായി സംവിധായകൻ നമ്മളെ കാണിച്ചിട്ടുണ്ട്. അവിടെ എത്തുമ്പോൾ മറ്റൊരു പ്രശ്നം, ഈ കുറ്റവാളിക്ക് ഓർമ്മ നഷ്ടപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഓർമ്മ നഷ്ടപ്പെട്ടതായി അയാൾ അഭിനയിക്കും. ಯಾರು ಸರ್ ನೀವೆಲ್ಲ? ഈ ഓർമ്മ നഷ്ടപ്പെട്ട കുറ്റവാളിയെ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുവരികയാണ് ഗോവർദ്ധൻ. ആ കുറ്റവാളിയിൽ നിന്ന് രഹസ്യങ്ങൾ ചോർത്തിയെടുത്ത് തടി കുറയ്ക്കാതെ ഭക്ഷണവും കുറയ്ക്കാതെ എങ്ങനെ ജോലിയിൽ പ്രവേശിക്കാം എന്നുള്ള ഗോവർദ്ധന്റെ ചിന്തകളും അതിനു വേണ്ടിയുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളാണ് ഈ ലാഫിംഗ് ബുദ്ധ എന്നുള്ള ഈ കോമഡി സിനിമ പറയുന്നത്. ನಿನ್ನ ಹೆಸರೇನು? ಗೊತ್ತಿಲ್ಲ. ನಿನ್ನ ಮನೆಯಲ್ಲಿರೋದು? ಗೊತ್ತಿಲ್ಲ. ನಿನ್ನ ಊರು?
ಅದು ಗೊತ್ತಿಲ್ಲ. പക്ഷെ ഇതിന് കേവലമായ ഒരു കോമഡി സിനിമ എന്ന് തള്ളിക്കളയാൻ പോലട്ടെ, സെക്കൻഡ് ഹാഫില് മനോഹരമായ ട്വിസ്റ്റുകളിലൂടെ ഒരു ത്രില്ലർ സ്വഭാവത്തിലേക്ക് ഈ സിനിമ നീങ്ങുന്നു. അതിന്റെ ക്ലൈമാക്സിൽ വളരെ മനോഹരമായ, നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു സസ്പെൻസ് ഈ സിനിമ കാത്തുവച്ചിട്ടുണ്ട്. അതെന്താണ് എന്ന് ഞാൻ പറയുന്നില്ല, തീർച്ചയായും ആ സിനിമ കണ്ടു തന്നെ അറിയുക. ഇത്തവണ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്ന സിനിമ ലാഫിംഗ് ബുദ്ധ എന്ന സിനിമയാണ്. ഭരത് രാജ് സംവിധാനം ചെയ്ത ലാഫിംഗ് ബുദ്ധ എന്ന സിനിമ തീർച്ചയായും നിങ്ങൾക്ക് നഷ്ടാവില്ല. ഭാഷ അറിയില്ലെങ്കിലും അത് കാണുക, സബ് ടൈറ്റിൽസ് കിട്ടും നമുക്ക്. ആ സിനിമ കാണുക, നിങ്ങളുടെ ആ സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ഇവിടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സ്ഥിരം പറയുന്ന ആ വാക്കുകൾ തന്നെ വീണ്ടും ആവർത്തിക്കട്ടെ. സിനിമയെ സ്നേഹിക്കുന്നവർ, സിനിമയെ പ്രണയിക്കുന്നവരിലേക്ക് ഈ വീഡിയോ എത്തിക്കുക. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മൂവി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നല്ലതായാലും മോശമായാലും തീർച്ചയായും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനി മറ്റൊരു സിനിമയുമായി ഞാൻ വരുന്നതുവരെ തൽക്കാലത്തേക്ക് ബബായ് ഫ്രം അജിത്.